രസകരമായൊരു കണക്ക് പറയാം. 2022 പുറത്തു വന്ന സാഗർമാല പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പ്രിംഗ് ക്ലൈംബേഴ്സിൻ്റെ മല വിസർജന മാലിന്യം മാത്രം എവറസ്റ്റ് കൊടുമുടിയിൽ 16,000 കിലോഗ്രാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് തന്നെ ഒരു കുഞ്ഞു മലയോളം വരും. ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് ടൂറിസം നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ്. ക്ലൈംബേഴ്സിന് കാര്യം സാധിക്കാൻ അവിടെ സൗകര്യം ഒരുക്കാത്തതാണ് ഇത്രയും രൂക്ഷമായ പ്രതിസന്ധിയിലെത്തിച്ചത്. ഇത്തരത്തിൽ ടൂറിസത്തിൽ തന്നെ നമുക്ക് പല നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പാരിസ്ഥിതികമാവാം, സാമൂഹികപരമായിട്ടാവാം, ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് വരെ ആവാം. ഇപ്പോൾ എവറസ്റ്റിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഇത്രയും ഉയരത്തിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവാണ് മലകയറ്റക്കാർ ഉപേക്ഷിക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കഴിയാതെ അതൊരു പാരിസ്ഥിതികവും അതിലുപരി സാമൂഹികമായ ഒരു പ്രശ്നമായി മാറിയത്. ഇത് വളരെയധികം ദോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ശരിയായി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വ്യക്തമായ പ്ലാനിങ്ങിൻ്റെ അഭാവമാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ കോസ്റ്റാറിക്കയുടെ ഒരു ഉദാഹരണം പറയാം. 1980കളിലും 90കളിലും മഴക്കാടുകൾ, ബീച്ചുകൾ, അങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റിയുള്ള പ്രകൃതി സൗന്ദര്യം കാരണം കോസ്റ്റാറിക്കയിൽ ഒരു വമ്പൻ ടൂറിസം കുതിച്ചാട്ടമുണ്ടായി. എന്നിരുന്നാലും ഈ ദ്രുതഗതിയിലുള്ള വളർച്ച നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് നയിച്ചത്. ഹോട്ടലുകൾ, റോഡുകൾ, വിമാനത്താവളങ്ങൾ എന്നിങ്ങനെയുള്ള ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ നേരിടേണ്ടി വന്ന വനനശീകരണം, സന്ദർശകരുടെ വർധനവുമുണ്ടായ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, ടൂറിസ്റ്റുകളുടെ ഓവർ ക്രൗഡിംഗ് കാരണം സംഭവിച്ച ജലത്തിൻ്റെയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെയും ശോഷണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് കോസ്റ്റാറിക്ക നേരിട്ടത്. ഈ ഒരു പ്രശ്നത്തെ കോസ്റ്റാറിക്ക മറികടന്നത് വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടിയ ഒരു സസ്റ്റൈനബിൾ ടൂറിസം മെക്കാനിസം ഉപയോഗിച്ചാണ്. അതിനായി സംരക്ഷിത പ്രദേശങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, വനവൽക്കരണ പരിപാടികൾ, സസ്റ്റൈനബിൾ ടൂറിസം പരിപാടിയുടെ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ കോസ്റ്റാറിക്ക സസ്റ്റൈനബിൾ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇക്കോ ലോഡ്ജുകൾ, സസ്റ്റൈനബിളായ താമസ സൗകര്യങ്ങൾ ജനപ്രിയമായ ബദലുകളായി മാറി. ഇവയൊക്കെ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള ടൂറിസത്തെ കൂടിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെയും തീർന്നില്ല. ഓവർ ക്രൗഡിംഗ് നിയന്ത്രിച്ച് 2050 കോസ്റ്റാറിക്ക ഒരു കാർബൺ ന്യൂട്രൽ കൺട്രി ആവാനാണ് ലക്ഷ്യമിടുന്നത്. മുന്നിലോട്ട് നോക്കുമ്പോൾ സൗദിയിലാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വമ്പം പ്രൊജക്റ്റുകൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. കാലാകാലം ഓയിൽ വിപണിയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനാവില്ലെന്ന ബോധ്യം സൗദിയെ പുതിയ മേഖലയിലേക്ക് വഴിതെളിച്ചു. ടൂറിസം വളർത്തുകയാണ് അവർ കണ്ട വലിയൊരു സാധ്യത. അത് വെറും ടൂറിസം അല്ല, സസ്റ്റൈനബിൾ ടൂറിസം. അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി വളരെ ഇംപ്രസീവാണ്. ഈയിടെയായി സൗദി കൊണ്ടുവന്ന നിരവധി പ്രൊജക്റ്റുകൾ ഇതിന് ഉദാഹരണമാണ്. ടോട്ടലി നിയോം എന്ന് പേരിട്ടിരിക്കുന്ന വമ്പൻ പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ നിരവധി സസ്റ്റൈനബിൾ ടൂറിസം പദ്ധതികളാണ് സൗദി ആവിഷ്കരിക്കുന്നത്. 26,500 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന നിയോം പദ്ധതിയെ ഒരു ഗ്ലോബൽ ടൂറിസം ഹബ്ബാക്കി മാറ്റുകയാണ് സൗദി ചെയ്യുന്നത്. സ്മാർട്ട് സിറ്റികൾ, റിന്യൂവബിൾ എനർജി, ഇന്നൊവേറ്റീവ് ട്രാൻസ്പോർട്ട്, ഫ്യൂച്ചറിറ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഈ പ്രൊജക്റ്റിൽ സൗദിയിൽ കൊണ്ടുവരുന്നുണ്ട്. മേഘ്ന, ഓക്സഗൺ, സിന്തല, ലൈൻ, ട്രൊജന തുടങ്ങിയ ഓരോ പദ്ധതികളും വിസ്മയിപ്പിക്കുന്നതും സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾസുമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സസ്റ്റൈനബിൾ ടൂറിസത്തിന് ഒരു രാജ്യത്തിൻ്റെ പ്ലാനിങ്ങിലും അതിൻ്റെ വികസനത്തിലും എത്രത്തോളം പങ്കുണ്ടെന്നാണ്. ഇനി ഇതിനെ കേരളത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ശരിക്കും പരിശോധിക്കേണ്ട ഒരു ഘടകം നമ്മുടെ ടൂറിസം മാർഗ്ഗങ്ങൾ ശരിക്കും സസ്റ്റൈനബിൾ ആണോ എന്നതാണ്. നമ്മൾ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നേരിടേണ്ടി വരുന്ന ജനത്തിരക്ക്, അതുപോലെ വേസ്റ്റ് പ്രശ്നങ്ങൾ, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ടൂറിസം സംവിധാനങ്ങൾ സസ്റ്റൈനബിൾ അല്ല എന്ന ആശങ്കയിലേക്കാണ്. ശരിക്കും ടൂറിസ്റ്റ് ഏരിയകളിൽ വമ്പൻ ജനക്കൂട്ടം എത്തുന്നത് നല്ലതാണോ? ഞാൻ സഞ്ചരിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും നേരിട്ട ഒരു വലിയ പ്രശ്നമാണ് ജനത്തിരക്ക്. ശരിക്കും പലപ്പോഴും മനസ്സ് പോലും മടുത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിന് കറക്റ്റായി ഒരു സംവിധാനം കൊണ്ടുവരുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇ പാസ് സംവിധാനം കൊണ്ടുവന്നായിട്ട് കാണാം. ഒരുവിധം ഇത് ടൂറിസം മേഖലയിൽ പിന്നോട്ടടിക്കുമെന്ന് തോന്നുമെങ്കിലും മറ്റൊരു വിധത്തിൽ സുഗമമായ ഒരു നടത്തിപ്പിന് ഇത് സൗകര്യപ്രദമായി മാറുന്നത് കാണാം. ആൾക്കാരുടെ വിമുഖത പലപ്പോഴും കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട നിയന്ത്രണം സിസ്റ്റമാറ്റിക്കായി നടപ്പാക്കാൻ നമുക്കാവണം. അതുപോലെ മറ്റൊരു മേഖലയായി പറയാൻ പറ്റുന്നതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സെക്ടർ. ഇവിടെ ഇപ്പോൾ ചില മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. കൊച്ചി, കുമരകം, വർക്കല ബീച്ച് റിസോർട്ടുകൾ, അതുപോലെ കൊല്ലം, ആലപ്പുഴ ബോട്ടിംഗ്, ഇതൊക്കെ ശരിക്കും എക്കോ ഫ്രണ്ട്ലിയായി നടത്തുന്നുണ്ടെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിക്കും പ്രോപ്പറായിട്ടാണോ റണ്ണാവുന്നതെന്ന് ഇന്നും ഒരു ചോദ്യമേ തുടരുന്നുണ്ട്. കാരണം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വിനോദസഞ്ചാരികളുടെ അനുഭവം വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രദമായ വേസ്റ്റ് മാനേജ്മെൻറ്റ് സമ്പ്രദായങ്ങൾ അനിവാര്യമായതിനാൽ വേസ്റ്റ് മാനേജ്മെൻറ്റും സസ്റ്റൈനബിൾ ടൂറിസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി, സമൂഹം, ഇക്കോണമി എന്നിവയ്ക്ക് ടൂറിസം കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് സസ്റ്റൈനബിൾ ടൂറിസവും ശരിയായ വേസ്റ്റ് മാനേജ്മെൻറ്റും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ നിയമ സംവിധാനങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായി നടത്താൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനി, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്ട്, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങി പല ഇമ്പാക്റ്റ്ഫുൾ പദ്ധതികളും
കേരളത്തിന് കൊണ്ടുവരാനായിട്ടുണ്ട്. മൂന്നാർ ഹിൽ സ്റ്റേഷനെ വേസ്റ്റ് ഫ്രീ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ഇടുക്കി ജില്ലാ ഭരണകൂടം തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പിൽ കൊണ്ടുവരുന്ന പദ്ധതികളും ശ്രദ്ധേയമാണ്. അതിലൊന്നാണ് ഡിസൈൻ പോളിസി. അതിൻ്റെ ഭാഗമായി നടത്തുന്ന സിറ്റി പ്ലാനിങ്ങുകളും സ്ട്രീറ്റ് പോളിസിയുടെ ഭാഗമായുള്ള പാലം നവീകരണങ്ങളും പാലത്തിനടിയിലെ സ്പേസ് ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങളും എല്ലാം നല്ലൊരു മുന്നേറ്റമാണ്. ഈ പദ്ധതികളൊക്കെ ഒരു ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെൻറ്റ് അഥവാ എല്ലാ മേഖലയും ഒരുപോലെ വികസിപ്പിക്കുന്ന പദ്ധതികളാണ്. വൈകാതെ തന്നെ ഈ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി നമുക്ക് നല്ലൊരു സസ്റ്റൈനബിൾ ടൂറിസം സിസ്റ്റം നിർമ്മിക്കാനാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.